അന്നെ കൊച്ചു ഇപ്പൊ വരും. അമ്മ വെള്ളം 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 കുടിക്കേ. അമ്മയുടെ വാന ഇപ്പൊ വരും, ഇപ്പൊ വരും. ആ കിടത്താം കിടത്താം കിടത്താം. അമ്മച്ചിക്ക് സുഖമില്ല, ചാകാൻ പോണെന്നൊക്കെ പറയണ കേട്ടു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റിന്റെ പേര് നോട്ടി ഗ്രാൻഡ്മ ഏജ് 100 നോട്ട് ഔട്ട്. കത്രീന അമ്മച്ചി വയസ്സ് 100 നോട്ട് ഔട്ട്. ക്രിക്കറ്റ് കളിക്കാരൻ സച്ചിന്റെ കാര്യം പോലെ 99 നിൽക്കുമ്പോൾ ഔട്ട് ആകുമോ എന്ന പേടിയെ കാറ്റിൽ പറത്തി കത്രീന അമ്മ സെഞ്ചുറി അടിച്ചു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കത്രീന അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ്
ഈ ഇവിടെ നടക്കാൻ പോകുന്നത്. എനിക്ക് ഇത്തിരി ചായ തരാമോ? ചാടാ മോനെ. ഇത് കത്രീനാമ്മച്ചിയുടെ വാസ്റ്റ് മോസ്റ്റ് ഫാമിലി ഹോളി ക്രോസ് ഹോം. ഈ കാണുന്ന സെറ്റപ്പ് ഒക്കെ കത്രീനാമ്മച്ചിയുടെ സെഞ്ചുറി അടിച്ചതിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെയും കത്രീനാമ്മച്ചിയുടെ ഏറ്റവും ഇളയ മകളുടെ ചായ കൊടുത്താലും പറയും കൊടുത്തില്ല. ഇത് കത്രീനാമ്മ ചേച്ചി സെഞ്ചുറി അടിച്ചതിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെയും കത്രീനാമ്മച്ചിയുടെ ഏറ്റവും ഇളയ മകളുടെ മകൾ സിസ്റ്റർ ഷീബയുടെ ജൂബിലി ആഘോഷവും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചതിന്റെ ബാക്കി പത്രവുമാണ് നമ്മളിവിടെ കാണുന്നത്. കത്രീനാമ്മച്ചിക്ക് മക്കൾ 16. ഭർത്താവ് ലണ്ടനിൽ വലിയ ബിസിനസ്മാൻ ആയിരുന്നു. ഏതാണ്ട് 20 വയസ്സ് ആയിരുന്നു ഭർത്താവും കത്രീനാമ്മച്ചിയും തമ്മിൽ. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. ജാതിമല കുലുക്കിയിട്ട പോലെ ചുറ്റുപാടും ഒരുപാട് മക്കൾ വേണമെന്ന ഭർത്താവിന്റെ ആഗ്രഹ സാഫല്യമാണ് 16 എണ്ണം. അതിയാൻ അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് കത്രീനാമ്മച്ചി ഇതുങ്ങളെ കൊണ്ട് നക്ഷത്രം എണ്ണിയെങ്കിലും എല്ലാറ്റിനെയും തലയിൽ വെച്ചാൽ കാക്ക കുത്തും, തറയിൽ വെച്ചാൽ തുരപ്പനരി മാന്തും എന്ന് പറഞ്ഞ് വളർത്തി വലുതാക്കി. എല്ലാവരും നല്ല നിലയിൽ കഴിയുന്നു. ചുരുക്കത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ കുടുംബം, മക്കളുടെ മക്കൾ, കൊച്ചുമക്കൾ, പിന്നെയും മക്കൾ, പിന്നെയും മക്കൾ. ഓ, അങ്ങനെ കുറേ പേർ. എല്ലാവരും ഹോളി ക്രോസിൽ ആഘോഷമൊക്കെ കഴിഞ്ഞ് മടങ്ങി. ഒത്തിരി അച്ഛന്മാരും കന്യാസികളും ഒക്കെ അടങ്ങിയ കുടുംബമായതുകൊണ്ട് വന്നവരെല്ലാം തന്നെ വാഴ്ത്താത്ത അപ്പവും വീഞ്ഞും ഒക്കെ രഹസ്യവും പരസ്യവുമായി കത്രീനാമ്മച്ചിക്ക് കൊടുത്തു. ആ പറഞ്ഞ സാധനങ്ങളാണ് ആ മേശപ്പുറത്തിരിക്കുന്നത്. കത്രീനാമ്മച്ചി ഒളിച്ചും തെളിഞ്ഞും പറഞ്ഞും ഒക്കെ വന്ന് ഈ വൈനും വാഴ്ത്താത്ത അപ്പവും, ഈ അപ്പത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പം വാഴ്ത്താത്തതായതുകൊണ്ട് ഈ മിച്ചം വരുന്ന ആ അപ്പത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ തേങ്ങാപ്പീരിട്ട് കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പക്ഷെ അത് ഒരാൾക്ക് ഷെയർ ചെയ്യത്തുമില്ല. അപ്പം അതുകൊണ്ട് പരസ്യമായ രഹസ്യമായ മുറിയിൽ പോയി നല്ലവണ്ണം അടിച്ച് ഫിറ്റായി കത്രീനാമ്മച്ചി ത്രേസ്യ കൊച്ചിന്റെ അടുത്ത് വന്ന രംഗമാണ് കണ്ടത്. വയസ്സ് 100 എന്നൊരു വിചാരവുമില്ല. കള്ളക്കരച്ചിൽ, നെഞ്ചത്തടി, മൂക്ക് ചീറ്റൽ എന്ന് വേണ്ട സകലമാന കൊസ്ര കൊള്ളിത്തലങ്ങളും ഒപ്പിക്കുന്ന 2 കുരിപ്പുകളിൽ ഒന്നാണിത്. അതിലൊരെണ്ണമാണ് ത്രേസ്യ കൊച്ച്, അമ്മച്ചിയുടെ ഇളയ മകൾ. അവരുടെ കൂടെയാണ് കത്രീനാമ്മച്ചിയുടെ താമസം. ഈ 2 എണ്ണത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നരകജീവിതം നയിക്കുന്ന 2 ആത്മാക്കളാണ് ആ കാണുന്നത്. നമുക്ക് അവരുടെ വീട്ടിലേക്കൊന്ന് പോകാം. കത്രീനാമ്മ ചേച്ചിയുടെ അല്ല, ത്രേസ്യാമ്മ ചേട്ടിലെ സന്ധ്യാസമയമാണ് നമ്മൾ ഇനി കാണുന്നത്. അടുത്ത രംഗം. ഞാൻ മടുത്ത് എന്ത് പണി ചെയ്താലും ചെയ്തില്ല എന്ന് പറയും. എപ്പോഴും എൻ്റെ കുറ്റം. ഒരു ദിവസം ഞാൻ 2 പേരെ കൊണ്ട് കളയും. ഇല്ല, ശരി, അതെ കേട്ടോ. എല്ലാം തുപ്പി നാശം പിടിപ്പിച്ചിരിക്കുക.
തുപ്പാം, കുറച്ചേറ്റം തുപ്പാം. അപ്പൊ ഞാൻ ഇവിടെ വൃത്തിയാക്കുന്നത് ആരാ? ഞാൻ വൃത്തിയാക്കണ്ടേ? ഞാൻ എല്ലാ പണി ഞാനല്ലേ ചെയ്യുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ്. എന്റെ കുഞ്ഞെ അടുക്കളയിലാണ് മീൻ കരിയുന്നും തോന്നുന്നു. ഒന്ന് നോക്കിട്ട് പറഞ്ഞാലേ ഇപ്പോൾ ഞങ്ങളുടെ അവിടെ എന്നാടി പശു കറിയുന്നോണ്ട് നോക്കിക്കടി. പശു കടന്ന് വല്ലാതെ കഴിയുമ്പോൾ എല്ലാ പാമ്പ പഴുതാതെ കയറി കാണും. ഒന്ന് പോയി നോക്കല്ലേ പറ്റേ. കവികളായി ഞങ്ങൾക്ക് വേണ്ടി തോടിഞ്ഞ തമ്പുരാനോട് ആടാ ഓടിപ്പോണടി. ആടോ അല്ല അവൻ പരിശുദ്ധന്മാരെ ഓടിച്ചിട്ടതാ. എന്നാ പ്രാർത്ഥനയാടായിരുന്നു. അതൊരു നേരെ ചുവടെ ചെന്നല്ലോ. പ്രാർത്ഥിക്കാനിരിക്കുന്നത് എന്തെല്ലാം വിചാരങ്ങളാ പ്രാർത്ഥിക്കുന്നുണ്ട്. പട്ടി കോഴി ആടെ പ്രാർത്ഥിക്കായി ഇത്രയും ജനങ്ങളാ വരുന്നത്. മാതാവ് എന്തിനുണ്ട് ഉപകാരം